പ്രിയമുള്ളവരെ, സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വരവറിയിച്ച് വീണ്ടും ഒരു ക്രിസ്തുമസ് കൂടി എത്തിയിരിക്കുകയാണ്. സ്നേഹവും താഴ്മയും ജീവിത സന്ദേശമായി നൽകിയ ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ ജന്മത്തിലേക്ക് നാം അടുത്തിരിക്കുന്നു. ക്രിസ്തുമസ് പ്രത്യാശയുടെ വെളിച്ചമാണ് നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ തകർച്ചയുടെ നീച്ചുകൾ ഉണ്ടായേക്കാം, പക്ഷേ അത്തരം പ്രതിസന്ധികൾ അതിജീവിച്ച് മുന്നേറുകയാണ് നമ്മുടെ ദൗത്യം. ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങൾക്കുമുണ്ട് ചിന്തോദീപകമായ ചില കാര്യങ്ങളെ കുറിച്ച് പറയുവാൻ. ദിവ്യ ശിശുവിന്റെ അടുത്തേക്ക് വഴി കാണിച്ചുകൊണ്ടാണ് നക്ഷത്രങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരുന്നത്. സന്തോഷമെല്ലാം ആസ്വദിച്ച് ഉന്നതിയിൽ എത്തുമ്പോഴും ആവശ്യക്കാരന് സഹായം നൽകുവാൻ തക്ക ഉയർച്ചയുള്ളവരായിരിക്കണം നാം ഓരോരുത്തരും. അമിതമായ ആഘോഷങ്ങൾക്കപ്പുറം ഈശോ നമുക്ക് നൽകിയ പാതയിലൂടെ ഈശോയെ കണ്ടെത്തുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ആഘോഷങ്ങൾ അർത്ഥവത്തായി തീരുന്നത്. ഇന്നത്തെ വിശുദ്ധയായ ജെയിൻ ഫ്രാൻസിസ് ദേശന്നാൽ തന്റെ സഹന ജീവിതത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവം നമ്മിൽ ജീവിക്കണമെങ്കിൽ നാം മരിക്കണമെന്നാണ്. സ്നേഹമാവുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്തുമസിന്റെ 1000 മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്, ജയ് മിഷൻ ലേക്ക്.